ബാപ്പ മരണപ്പെട്ട് നാട്ടിൽ പോയ ഒരു പ്രവാസി കള്ളനായ കഥ നിങ്ങൾക്ക് അറിയോ? എന്ന് പറഞ്ഞു തരട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ അവിടുത്തെ ക്യാഷൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പെറ്റി ക്യാഷ് അതുപോലെയുള്ള എല്ലാ ക്യാഷ് ഡീലിങ്സ് ഒക്കെ പുള്ളിയാണ് ചെയ്തിരുന്നത് കേട്ടോ. ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത സമയത്താണ്. അങ്ങനെ ഈ പുള്ളി തീരെ നാട്ടിലേക്ക് പോവാറില്ല. നാട്ടിലേക്ക് ഈ പുള്ളി പോവാറില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട് ഇയാളുടെ നാട്ടിലൊന്നും പോകണില്ല എന്നൊക്കെ. അങ്ങനെ ഞാൻ അവിടെ വന്നതിന് ശേഷം 2 കൊല്ലമായിട്ട് ഇയാൾ നാട്ടിൽ പോയിട്ടില്ല. 3 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് ഇയാൾ തീരെ നാട്ടിൽ പോകണില്ല. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇയാൾ നാട്ടിൽ പോകേണ്ടി വന്നു. കാരണം ഇയാളെ ബാപ്പ മരണപ്പെട്ട കാരണം. ബാപ്പ മരണപ്പെട്ടിട്ടില്ല, അപ്പം നാട്ടിൽ പോയേ പറ്റുള്ളൂ. പെട്ടെന്ന് ടിക്കറ്റ് നാട്ടിലേക്ക് പോയി. അങ്ങനെ ഇയാൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം നേരെ വരുന്നത് ജയിലിലേക്കാണ് കേട്ടോ. കാരണം എന്താ നിങ്ങൾ ചോദിക്കും? ഇയാൾ നാട്ടിൽ പോയെന്ന് ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് കമ്പനിയിൽ ഇയാൾ നടത്തിയ തിരിമറികൾ, ഇയാൾ നടത്തിയ കക്കൽ മുക്കൽ വെട്ടിക്കൽ എല്ലാം കമ്പനിയിൽ വെളിച്ചത്തായി. കമ്പനിയുടെ ആളുകൾക്ക് പിടുത്തം കിട്ടി. അതുപോലെ നിങ്ങൾ കട്ടോ മോഷ്ടിച്ചോ, മറ്റുള്ള ആളുകളുടെ മുതൽ മോഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. ആരും കാണില്ലെങ്കിൽ മോഷ്ടിക്കാൻ ത്രില്ല് കൂടും. പക്ഷേ എത്ര കാലങ്ങൾ മോഷ്ടിക്കും? ഒരു ദിവസം പിടിക്കപ്പെടും. മറ്റുള്ള ഒരാളുടെ ഹക്ക് നിങ്ങൾ ഭക്ഷിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ കൊടുക്കുന്നുണ്ടോ? എന്താണ് അതുകൊണ്ട് കാര്യം സുഹൃത്തെ? എന്താണ് അതുകൊണ്ട് കാര്യം? നിങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. സത്യത്തിൻ്റെ മുഖം എന്നെങ്കിലും ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും.